നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. വാർത്തകൾ വിശദമായി. സിവിൽ സൊസൈറ്റി കേരള ജില്ലാ കമ്മിറ്റി വേങ്ങരയിൽ വെച്ച് ജില്ലാതല ഗ്രാമസഭാ പരിശീലന ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കുറ്റാളൂർ സഭാ സ്ക്വയറിൽ നടന്ന പരിപാടി സഭാ കുണ്ടുപുഴക്കൽ ഉദ്ഘാടനം ചെയ്തു. AP അബൂബക്കർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. അബ്ദുറഹീം പൂക്കത്ത്, PV രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് ജോൺ ജോസഫ് എന്നിവർ ക്ലാസ് എടുത്തു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. 1991 അധികാരത്തിൽ വരുന്നത്. 1991 കേരളത്തിൽ ഉണ്ടായിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റായിരുന്നു. അതിന് മുൻപ് ഈ നിയമം പാസാക്കിയെങ്കിലും നടപ്പാക്കാൻ വളരെയധികം വൈകി. 87 മുതൽ 91 വരെ കേരളത്തിൽ ഭരിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അന്നത്തെ മുഖ്യമന്ത്രി EK നായനാരായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് 1991 ഇലക്ഷൻ നടത്തി ജില്ലാ പഞ്ചായത്തുകൾ അധികാരത്തിൽ വന്നു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളൊന്നും ജില്ലാ പഞ്ചായത്തിലാണ്, ജില്ലാ കൗൺസിൽ നമ്മുടെ സംസ്ഥാനത്തെ കൗൺസിൽ മാത്രമല്ല, അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ കൗൺസിൽ എന്ന് പറയുന്നത് ഒരു ജില്ലാ ഭരണകൂടമാണ്. ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു ജില്ലാ ഭരണകൂടമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ജില്ലാ കലക്ടർ ജില്ലാ കൗൺസിലിന്റെ സെക്രട്ടറി ആകുന്ന ഭരണ സംവിധാനം കേരളത്തിൽ. വളരെ പുരോഗമനപരമായിട്ടൊരു നിയമമാണ്. IAS ഓഫീസർമാരൊക്കെ ക്ഷുഭിതരായി. IAS ഓഫീസർമാർ അതുവരെ മന്ത്രിമാർ പറയുന്നത് മാത്രം അനുസരിക്കുന്നവരാണ്. താഴെ ജില്ലാ കൗൺസിലിന്റെ പ്രസിഡന്റ് പറയുന്നത് അനുസരിക്കാൻ അവർക്ക് മടിയായിരുന്നു. ഈ ജില്ലാ കൗൺസിലിന് കുറെ അധികാരങ്ങൾ കൊടുത്തു, കുറെ ഫണ്ട് കൊടുത്തു. സ്വാഭാവികമായിട്ടും ഇവരുടെ കീഴെ ഞങ്ങൾക്ക് ഇരിക്കേണ്ടി വരുമല്ലോ. IAS ഓഫീസർമാർക്ക് ഭരിച്ചു പരിചയമേ ഉള്ളൂ, അവർക്ക് എന്ത് പരിചയമില്ല, അനുസരിച്ച് പരിചയമില്ല. ഇതായിരുന്നു അന്നത്തെ കലക്ടർമാരുടെയും IAS ഓഫീസർമാരുടെയും മനസ്സിലാവും. വിവരാവകാശ പ്രവർത്തകരായ അനിൽ ചന്ദ്രത്തിനെയും AP അബൂബക്കറിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ഗ്രാമസഭയുടെ നടത്തിപ്പ്, നഗരസഭ പഞ്ചായത്ത് നൽകുന്ന സേവനങ്ങൾ, വ്യവസ്ഥകൾ, നഗരസഭ പഞ്ചായത്ത് കർത്തവ്യങ്ങൾ, ചുമതലകൾ എന്നീ വിവരിക്കുന്ന പുസ്തകത്തിൻ്റെ വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു. വിതരണം പ്രൊഫസർ ആബിദ് മന്നാർ നിർവഹിച്ചു. ബക്കർ കുണ്ടുപുഴക്കൽ, KP ജാഫർ, മുജീബ് റഹ്മാൻ പത്തിരിയാൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വേങ്ങര.